ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എന്നും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൈദയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് സാധാ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴയ്ക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ തന്നെ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സവാളയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മളിനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് 2 മുട്ടയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഗോതമ്പ് പൊടിക്ക് 2 മുട്ട വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബുർജിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയാൽ മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്ത് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്രയും കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് സാധാരണ എടുക്കണ പോലെ തന്നെ ഉരുള ഉണ്ടാക്കിയെടുക്കാം. അത്രയും വലുപ്പം തന്നെ മതി, ഒരുപാട് വലുപ്പമൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയിട്ട് പരത്താം, ഇല്ലെങ്കിൽ ഓയിലാക്കിയിട്ട് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ തവണ പരത്തുമ്പോൾ ഒരുപാട് വട്ടത്തിൽ പരത്തേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തിന്നാക്കി എടുത്താൽ മതി. അപ്പോൾ അത് ഞാനിവിടെ ഏകദേശം ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രയാണോ ഉരുള ഉണ്ടാക്കിയിട്ടുള്ള അതിനനുസരിച്ച് ഫില്ലിംഗ് വെച്ചാൽ മതി കേട്ടോ. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല രസം ഉണ്ടാവും, പക്ഷേ അപ്പോൾ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മസാല വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ കിഴിയൊക്കെ ചെയ്യില്ല, അതേപോലെ ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ കിഴി പിടിച്ച ഭാഗം മേലെ വരുന്ന രീതിക്ക് വേണം കേട്ടോ പരത്താൻ. അപ്പോഴേ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ പരത്തുന്ന സമയത്ത് ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് തിന്നാക്കി പരത്തേണ്ട ആവശ്യമില്ല. കാരണം ഉള്ളിൽ നമ്മൾ ഫില്ലിങ്സ് വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് തിന്നാക്കുന്ന സമയത്ത് അത് പൊട്ടി പുറത്തോട്ട് പോകും. അപ്പോൾ ചെറുതായിട്ട് പുറത്ത് കാണുന്ന രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ മുട്ടയുടെ ഫില്ലിങ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ വെച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആലു പറാത്ത നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മളിതേ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കിഴി പിടിച്ച ഭാഗം മേലെ വരുന്ന രീതിയിൽ പരത്തുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങ് പൊട്ടിപ്പോവില്ല. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം പരത്തിയെടുത്തതിന് ശേഷം മാത്രം ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടും തന്നെ ഓയിൽ ഇടാതെ നമുക്ക് ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് 1 ടീസ്പൂൺ അത്രയും മതി ഒഴിച്ചിട്ട് നമുക്ക് അതിലും ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓയിലോ നെയ്യോ ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിനി സാധാരണ പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. ചപ്പാത്തി പോലെ ഒരുപാട് അങ്ങ് പൊങ്ങി വരുമൊന്നുമില്ല, നമ്മളകത്ത് ഫില്ലിങ്സ് വെച്ചതുകൊണ്ട് തന്നെ. എന്നാലും ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും അങ്ങ് ചുട്ടെടുത്താൽ മതി. അപ്പോൾ വീണ്ടും ഞാൻ ചുടുന്ന സമയത്ത് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ദേ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. ചുമ്മാ ചായയുടെ കൂടെ ചുമ്മാ കടിച്ചു മുറിച്ച് തിന്നാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതേ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 2 എണ്ണമൊക്കെ ഏകദേശം മതിയാവും കേട്ടോ. അത്യാവശ്യം ഫില്ലിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. Thank you for watching.